കുറച്ച് ഈന്തപ്പഴം കിട്ടി. പഴുത്തല്ല, പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതിന് ഇത്തിരി കവർപ്പുണ്ട്. പിന്നെ ചാർപ്പ് എന്നൊക്കെ ഓരോരുത്തർ ഓരോ രീതിയിൽ പറയും. കാരണം മധുരമല്ല, ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ കഴിക്കാൻ ഒരു ചെറിയ ഒരു എന്താ പറയണത്, നമ്മൾ കവർപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനെ ഉപ്പിലിടാം. നമ്മുടെ കാരയ്ക്ക മാങ്ങയൊക്കെ ഉപ്പിലിടത്തില്ലേ, നെല്ലിക്കയൊക്കെ, അതുപോലെ ഉപ്പിലിടാനുള്ളൊരു ശ്രമമാണ്. നമുക്ക് നോക്കാം അല്ലേ. എനിക്ക് വലിയ പിടിയില്ല, എങ്കിലും ഒരാൾ പറഞ്ഞ ഐഡിയ ആണ്. ഇതിൻ്റെ ചവർപ്പ് വല്ലാണ്ട് കൂടുതലാണെങ്കിൽ ഇതിനെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ചവർപ്പ് ഇത്തിരി കുറവുണ്ടാവുമെന്ന്. നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. നോക്കട്ടെ, സെറ്റാക്കട്ടെ. ഒരു സെറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇത് ചൂടാക്കിയ വെള്ളമാണ്, ഇത്തിരി ഉപ്പിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. എന്താ പറഞ്ഞാൽ ചവർപ്പ് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണെങ്കിൽ അതിന് ചവർപ്പിന് ഇത്തിരി കുറവുണ്ടാവുമെന്ന് പറഞ്ഞു. ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഇതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഉപ്പിട്ടതിന് ശേഷം ഞാൻ പറയാം ഇത് ഫ്ലോപ്പായോ സക്സസ് ആയോ എന്ന്. ഇതൊരു ട്രയലാണ്, ഇങ്ങനെയും ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇതിനിപ്പോൾ ചൂടില്ല, ഒന്ന് തണുത്തിട്ടുണ്ട്. ഇത് ഇത്തിരി ചൂടുവെള്ളം തിളപ്പിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ്. ഇത് ഉണങ്ങിപ്പോയി, കാരണം ഇതിന് ഞാൻ എടുത്തില്ല. കഷ്ടകാലം, സുർക്ക തീർന്നു പോയി. ഇത്രയേ ഉള്ളൂ. എന്താവുമെന്നൊന്നും അറിയത്തില്ല. എങ്കിൽ ആപ്പിൾ സൈഡർ വിനീഗറുണ്ട്. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടല്ലേ. തൽക്കാലം ഇത് വെച്ച് നമുക്ക് കൈകാര്യം ചെയ്യാം. ഞാനൊരു നെസ്കഫേയുടെ ആണ്. ഇത് കഴിഞ്ഞു പോയ പാത്രമാണ്. ഇതിനെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി നല്ല കുട്ടപ്പനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെറ്റാക്കാം. കല്ലുപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നമുക്കിതിനെ ഒന്ന് സെറ്റാക്കാം. എനിക്ക് വീഡിയോ എടുത്ത് വലിയ ശീലമില്ലാത്തത് കൊണ്ട് എന്താവുമെന്നൊന്നും അറിയില്ല. ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. ആദ്യമേ ഞാൻ താഴെ ഇത്തിരി കല്ലുപ്പിട്ട് കൊടുക്കുകയാണ്. പലവട്ടമായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിൽ കലക്കാനുള്ളതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിലും ഒരു സ്റ്റൈല്. ചൂടാറിയ വെള്ളമാണ് തിളപ്പിച്ചത്. മൊത്തം നിറയെ ഒഴിക്കുന്നില്ല, കുറച്ചൊക്കെ ഒഴിക്കാം. എന്നിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് ഒഴിക്കാം. അപ്പം ഞാനിതിൽ ഇത്തിരി കല്ലുപ്പിട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു, മൊത്തം ഒഴിച്ചില്ല. നമുക്ക് എങ്ങനെ വേണോ അതിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. വീഡിയോ കാണിക്കാൻ പറഞ്ഞു. ഇത്തിരി വിനീഗർ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഒരുപാടല്ല, ഒരല്പേ ഒഴിച്ചുള്ളൂ. കാരണം നമുക്ക് ഉപ്പിലിടാനുള്ള പരിപാടി, അല്ലാതെ വിനാഗിരിയിലിട്ടുണ്ടാക്കാനല്ലല്ലോ. കാരണം ഞാനൊരല്പേ ഒഴിച്ചിട്ടുള്ളൂ. നമുക്ക് നോക്കാം. അടുത്തത് ഇതിനകത്തോട്ട് ഡേറ്റ്സ് ഇടാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇടാൻ ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും, കാന്താരി കിട്ടിയില്ല, അതുകൊണ്ട് പച്ചമുളകും റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് ഇടട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ഇത് ഉപ്പിലിട്ടിട്ടുണ്ട്. ഇത് മഞ്ഞ നിറത്തിൽ സാധാരണ എല്ലാവരും കഴിക്കാറുള്ളത്. ഞാനിത് ചുവന്ന നിറം കണ്ടപ്പോഴത്തേക്കായി നല്ല മധുരമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോഴത്തേക്ക് കിട്ടിയതാണ്. പക്ഷെ എന്താണെങ്കിലും ചവർപ്പ് കാരണം തൽക്കാലം ഞാൻ അതിന് ഉപ്പിലിടാൻ തീരുമാനിച്ചു. രണ്ടായിട്ടാണ് ഇട്ടേക്കണത്. അതിനകത്ത് കാന്താരി മുളകില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ഇട്ടേക്കണേ. വെളുത്തുള്ളി, നമ്മൾ റെഡിയാക്കി വെച്ച പച്ച ഈന്തപ്പഴം, പഴമല്ല, പഴമായിട്ടില്ല, അത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് സെറ്റാക്കട്ടെ. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയിട്ട് പറയാം ഫ്ലോപ്പായോ ഇല്ല സക്സസ് ആയോ എന്ന്. താങ്ക് യു. ഇത് എയർ ടൈറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തൽക്കാലം ഞാൻ ഇതിനെ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചാണ് മൂടി വയ്ക്കുന്നത്. നോക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള എക്സ്ട്രാസിനെ കട്ട് ചെയ്ത് കളയട്ടെ.
മൂടി വെക്കാൻ നേരത്താണ് ശരി ചുമ്മാ വെക്കണ്ട, ഇത്തിരി ടൈറ്റ് ചെയ്തിട്ട് നീറ്റായിട്ട് വെക്കാം, നീ ഒരാഴ്ച കഴിഞ്ഞാലേ തുറക്കത്തുള്ളൂ. ഇനി ഐഡിയ തോന്നിയത്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് മൂടാൻ നേരത്തെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയത്. ഓക്കെ, സോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ഞാൻ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.